പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റോമൻ റെയിൻസിനെ അക്നോളജ് ചെയ്യേണ്ട ജേക്കബ് ഫാറ്റുവിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ ജേക്കബ് ഫാറ്റു ഊസോസിനെയും റോമൻ റെയിൻസിനെയും ക്രൂരമായി ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജേക്കബ് ഫാറ്റു റോമൻ റെയിൻസിനെ അക്നോളജ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ആഡം പിയേഴ്സും ഊസോസും എല്ലാവരും റോമൻ റെയിൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റോമൻ റെയിൻസിൻ്റെ ഒരു ആവശ്യം ഈ കോൺട്രാക്റ്റ് ബാക്ക്ലാഷിലേക്ക് സൈൻ ചെയ്തപ്പോൾ റോമൻ റെയിൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അംഗീകരിക്കണം എന്നുള്ളത് കോൺട്രാക്റ്റിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ജിമ്മി ഊസയോട് റോമൻ റെയിൻസ് പറഞ്ഞത്. അതിന് പ്രകാരമാണ് ഈ ഒരു അക്നോളജ്മെൻറ്റ് സെറിമണി ഇന്നത്തെ ഈ ഒരു റോ എപ്പിസോഡിൻ്റെ മെയിൻ ഈവൻറ്റിലേക്ക് വെച്ചത്. എന്നാൽ ജേക്കബ് ഫാറ്റു അങ്ങോട്ടേക്ക് വന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കിയ ഊസോസ് ഊസോയെ ജേക്കബ് ഫാറ്റുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ പാർക്കിംഗ് ലോട്ടിലേക്ക് വിടുന്നു. റോമൻ റെയിൻസിൻ്റെ കൂടെ ജിമ്മി ഊസോയും റിങ്ങിലേക്ക് വരുന്നു. ജേക്കബ് ഫാറ്റു ആ കാറിൽ നിന്ന് ഇറങ്ങി ആ ഒരു മെയിൻ ഇവൻറ്റ് സീനിലേക്ക് വരുന്നതിന് മുൻപ് വരെ ഊസോ പിന്നാലെ നടന്ന് നീ പോകരുത് എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തീർക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഊസോയെ ആക്രമിച്ചുകൊണ്ട് തുടങ്ങിയ ജേക്കബ് ഫാറ്റു പിന്നീട് ജിമ്മി ഊസോയെയും ആ ഒരു എൻട്രൻസ് റാമ്പിൽ വെച്ച് ആക്രമിക്കുന്നു. റിങ്ങിലേക്ക് കയറിയ ഉടനെ തന്നെ റോമൻ റെയിൻസുമായിട്ടുള്ള ഒരു വലിയ ഫൈറ്റ് ഉണ്ടാകുന്നു. ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഫൈറ്റ് ആയിരുന്നു. റോമൻ റെയിൻസിനും ആധിപത്യം കിട്ടുന്നുണ്ട്, ജേക്കബ് ഫാറ്റുവിനും ആധിപത്യം കിട്ടുന്നുണ്ട്. അദ്ദേഹം ആ ടോങ്കൻ ഡെത്ത് ഗ്രിപ്പ് എന്ന് പറയുന്ന സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ട് റോമൻ റെയിൻസിനെ കീഴ്പ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. റോമൻ റെയിൻസ് സൂപ്പർമാൻ പഞ്ച് മൂവ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു പൂർണ്ണ ആധിപത്യം റോമൻ റെയിൻസിന് നേർക്ക് ജേക്കബ് ഫാറ്റുവിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത് റോമൻ റെയിൻസിനെ കമൻറ്റ് ടേബിളിലേക്ക് എടുത്ത് അടിക്കുന്നതോട് കൂടിയിട്ടാണ്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ ആ ഒരു ചാമ്പ്യൻഷിപ്പൊക്കെ കയ്യിൽ ഇങ്ങനെ എടുത്ത് പൊന്തിച്ച് നിന്ന് റോ എപ്പിസോഡ് അവസാനിപ്പിച്ചു എന്ന് തോന്നിച്ച ആ ഒരു സമയത്താണ് പിന്നീട് ജേക്കബ് ഫാറ്റു ഒരിക്കൽ കൂടി ആ എൻട്രൻസ് റാമ്പിൽ നിന്ന് ഓടി വന്നുകൊണ്ട് അദ്ദേഹം ഒരു ഷോൾഡർ ടാക്കിൾ ചെയ്തത്. ആ ഒരു ടാക്കിൾ റോമൻ റെയിൻസിനും ഊസോസിനും ഒരുപോലെ ആഘാതം ഏൽപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ വലിയൊരു ബ്രൂട്ടലായിട്ടുള്ള ആക്രമണം ജേക്കബ് ഫാറ്റുവിൻ്റെ ഭാഗത്ത് നിന്ന് റോമൻ റെയിൻസിന് എതിരെ ഊസോസിനെതിരെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന് ഒന്നടങ്കം എതിരെ ഇന്ന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോ എപ്പിസോഡിൻ്റെ അക്നോളജ്മെൻറ്റ് സെറിമണിയാണ് നമുക്കിന്ന് മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചത്. സൂപ്പർ പവർ ആക്കിയിട്ട് ഇന്ന് ജേക്കബ് ഫാറ്റുവിനെ പ്രസൻറ്റ് ചെയ്യാനും ഇന്ന് ക്രിയേറ്റീവ് ടീമിന് സാധിച്ചിട്ടുണ്ട്. ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഒരിക്കൽ കൂടി ഒരു റീമാച്ച് എന്നോണം റോമൻ റെയിൻസും ജേക്കബ് ഫാറ്റുവും തമ്മിലുള്ള ഫൈറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒരു സ്റ്റിപ്പുലേഷൻ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഗിമിക്ക് മത്സരമായിട്ട് അത് ആഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഒരു ഗംഭീര സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു. റോമൻ റെയിൻസിന് നേർക്ക് റോമൻ റെയിൻസിൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഒത്ത എതിരാളി കയറി വരുന്നത് നമുക്ക് നിസ്സംശയം ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.